നെയ്യാറ്റിൻകരയിൽ ടിബി ജംഗ്ഷനിൽ ഉള്ള അനധികൃത മത്സ്യ കച്ചവടം ഒഴിപ്പിച്ചു. നെയ്യാറ്റിൻകര ടിബി ജംഗ്ഷനിൽ റോഡരികിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത മത്സ്യ കച്ചവടങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത്. തുടർന്ന് അവരെ മത്സ്യമാർക്കറ്റിനുള്ളിൽ പുനരധിവസിപ്പിച്ചു. റോഡരികത്തുണ്ടായിരുന്ന മത്സ്യവ്യാപാരം നിമിത്തം ദേശീയപാതയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രികാലത്തു മത്സ്യമാർക്കറ്റിനുള്ളിൽ വെളിച്ചം ലഭ്യമാക്കാൻ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കും. ചന്തയും പരിസരത്തും CCTV സ്ഥാപിക്കും. മലിനമായി കിടക്കുന്ന മത്സ്യ മാർക്കറ്റ് കഴുകി വൃത്തിയാക്കും. മത്സ്യ മാർക്കറ്റിനുള്ളിൽ മത്സ്യവ്യാപാരികളുടെ പെട്ടിക്കുള്ളിലെ മത്സ്യം രാത്രികാലത്തു ചിലർ മോഷ്ടിക്കുന്നത് പതിവാകുന്നുണ്ട്. ക്യാമറ സ്ഥാപിക്കുന്നതോടെ ഇതിനു മാറ്റം വരും. അമരവില ചെക്ക് പോസ്റ്റിന് സമീപം അനധികൃത മത്സ്യം വിൽക്കുന്നവരെയും പുനരധിവസിപ്പിക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ WR ഹീബ പറഞ്ഞു. പോലീസ്, ട്രാഫിക് പോലീസ് SI ഷാജി എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു നടപടി. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയതും വീതി കുറഞ്ഞതുമായ TB ജംഗ്ഷൻ മുതൽ ആലുംമൂട് വരെയുള്ള റോഡിൽ വർഷങ്ങളായി അനധികൃത മത്സ്യ കച്ചവടം നടന്നുവരികയായിരുന്നു. ഇത് റോഡ് അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടിനും കാരണമാകുന്നുവെന്ന പരാതികളെ തുടർന്നാണ് നഗരസഭ നടപടി സ്വീകരിച്ചത്. ഒഴിപ്പിക്കൽ നടപടിക്കിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒഴിപ്പിച്ച സ്ഥലത്തു മത്സ്യവ്യാപാരികളായ സ്ത്രീകളെ കൊണ്ടുവന്നു വീണ്ടും വ്യാപാരം നടത്താൻ മാമ്പഴക്കര സോമൻ ശ്രമിച്ചതിനെ തുടർന്ന് ട്രാഫിക് പോലീസ് ബാരിക്കേഡുകൾ വച്ച് അതിർത്തി തിരിച്ചു. ഇനി ഇത്തരം നിയമലംഘനങ്ങൾ ഉണ്ടായാൽ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ചന്തയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 4 പ്രാവശ്യമായി ഇവിടെ കൗൺസിലറായിരിക്കുന്ന അലി ഫാത്തിമ തയ്യാറാകാത്തതിൽ നാട്ടുകാർ കടുത്ത അമർഷത്തിലാണ്. US മീഡിയ TV, തിരുവനന്തപുരം. 5 കിലോ കൊഞ്ച് 2000 രൂപയ്ക്ക് വാങ്ങിച്ച് ഈ വെച്ചിട്ട് അവിടെ മുകളിൽ പോയി. വൈകുന്നേരം അത് എടുക്കാൻ വന്നപ്പോൾ ആ കാണുന്ന കൊച്ചിനെ കണ്ടു. ഏട്ടാ, ഇത് പവയാണ് ചെയ്തത്. ഇത് രാത്രി നമ്മൾ വിൽക്കാത്ത മീനെ ഇവിടെ ഐസ് വെച്ചിട്ട് പോകുമ്പോൾ നമ്മൾ നേരം വെളുത്ത് വരുമ്പോൾ